വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇന്ന് ഷെയർ ചെയ്യുന്നത്. സന്നാസ് എന്നാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഉഴുന്നാണ്. ഉഴുന്ന് ഒരിക്കലും കൂടി പോരുത്. 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന് മതിയാകും. ഇനി നമുക്കിത് നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തി വെക്കുക. ഒരു 6 മണിക്കൂറോളം ഒന്ന് കുതിർത്തി വെക്കുക. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിൽ തന്നെയാണ് അരി അരച്ചെടുക്കുന്നത്. അപ്പോൾ ആദ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് ഇതേ കുതിർന്നിട്ടുണ്ട്. ഒരു 6 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു 3/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാര നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം കേട്ടോ. ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് ഒരു 10 സെക്കൻഡും കൂടെ ഒന്ന് അടിച്ചിട്ട് നമുക്കിതൊന്ന് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈസ്റ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് അടിച്ചെടുക്കണ്ട. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ദോശനേക്കാൾ ഇത്രയും കൂടെ ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയും കൂടെ മിക്സിയുടെ ജാറിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. അതിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു കൊങ്കൺ സ്റ്റൈലിലുള്ളൊരു ഡിഷാണ് കേട്ടോ. നമുക്ക് മട്ടൻ്റെയും ചിക്കൻ്റെയും നോൺ വെജിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല റെസിപ്പിയാണ്. അതുപോലെ തന്നെ മധുരം കൂട്ടിയിടുവാണെങ്കിൽ നമുക്കിത് സ്നാക്കായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് ഈ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ ഇത് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഏകദേശം ചൂടുള്ള സമയമൊക്കെയാണെങ്കിൽ ഒരു 4-5 മണിക്കൂറൊക്കെ മതിയാവും. ഞാൻ ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്കിത് പിന്നെ കാണിക്കാൻ പറ്റിയില്ല. ഫുള്ള് പുറത്തേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞാനൊരു 5-8 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അത്രയും നേരം വെക്കേണ്ട ആവശ്യമില്ല ചൂടുള്ള സമയമാണെങ്കിൽ. അപ്പോൾ ഇനി ഇതേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, നമ്മൾ 1/4 ഭാഗം മാവുണ്ടായിരുന്നു മൊത്തം പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് വെച്ചിട്ട് നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടമാവും. ആ ഒരു ഈസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റും മധുരവും ഒക്കെ കൂടിയായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആവശ്യം പോലെ ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം ഞാനിത് മുഴുവൻ ഇന്ന് ഉണ്ടാക്കുന്നില്ല, ബാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെയ്തെടുക്കാനുള്ളത് ഒരു ബൗളിലാണ്. അപ്പോൾ ഒരു സ്റ്റീൽ ബൗളിൽ ഞാൻ കുറച്ചൊന്ന് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനകത്തോട്ട് നമുക്കൊരു 3/4 ഭാഗം മാവ് ഒഴിച്ച് കൊടുക്കുക. ആ ഒരു സമയം തന്നെ ഞാൻ സ്റ്റീമർ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി തട്ടിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു ആവിപാത്രം ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പുറത്തേക്ക് ഇങ്ങനെ ആവി വന്ന് തുടങ്ങുന്ന സമയത്ത് വേണം നമ്മളിത് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ വേവ് എന്ന് പറയുന്നത് നിങ്ങൾ എടുക്കുന്ന ബൗളിനനുസരിച്ച് ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. അപ്പോൾ ഒരു 10-12 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് വെന്തിട്ടുണ്ട്. അത് നോക്കാനായിട്ട് നമ്മളൊരു സ്റ്റിക്ക് എന്തെങ്കിലും ഇട്ട് കുത്തി നോക്കിയാൽ മതി. ഒട്ടുന്നുണ്ടോ നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. പൊട്ടി പിടിക്കണമൊന്നുമില്ല. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് ചൂടാറിയിട്ട് മാത്രം നമ്മളിത് ബൗളിൽ നിന്ന് എടുത്ത് മാറ്റാൻ എന്നാലേ കിട്ടുള്ളൂ. അപ്പോൾ ഞാനിത് ചിക്കൻ കറിയുടെ കൂടെയാണ് കേട്ടോ സെർവ് ചെയ്തിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഉണ്ടാക്കി നോക്കുക. ചിലരെങ്കിലും ഉണ്ടാക്കാറുള്ളതായിരിക്കും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.